അപ്പോൾ നമ്മൾ ക്രാബിയിൽ നിന്ന് ഡേ ട്രിപ്പിന് പോകുവാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയട്ടെ, ഇവർക്ക് നമ്മൾ പറയുന്നതും അവർ പറയുന്നതും നമുക്ക് മനസ്സിലാവില്ല. അവർ ഇംഗ്ലീഷിൽ ഒരുവിധ കോൺവെർസേഷൻ ഇവരിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. സോ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും മനസ്സിലാവും, നമുക്കും മനസ്സിലാകും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മളിവിടെ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്തിട്ട് പോകുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് സ്പാന് കൊണ്ട് മാക്സിമം സ്ഥലം കവറേജ് ചെയ്യാനും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻസുകൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും വേറെ വേറെ ടീമുമായിട്ടാണ് കാർ ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രാബി കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ വന്നിരിക്കുകയാണ്, ടൈഗർ കേവ് ടെമ്പിൾ. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലും ലാൻഡ് ആക്സസ് ഉള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടെ ട്രക്കിംഗ് ഒക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെ ഒത്തിരി ജനറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതിൻ്റെ നിയർ ബൈ. പക്ഷെ നമ്മൾ നേരെ വന്നിട്ട് ടെമ്പിളിലേക്ക് പോകുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റക്കാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സൈലാണ് എഴുതി വെച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ ഇംഗ്ലീഷിൽ അവിടെ എവിടെയും കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ഇവിടെ വരിക, അതിനുശേഷം കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വഴി മുന്നോട്ട് കയറി പോവുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ടൈഗർ കേവ് ടെമ്പിളിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണോ ഇത്ര ഹൈപ്പ് പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇവിടെ ഇതല്ല ഉള്ളത്. ഇത് കണ്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അടിപൊളി സംഭവമുണ്ട്. ഒരു ട്രക്കിംഗ് സ്പോട്ടൊക്കെയാണ്. അപ്പം നമ്മൾ അതും പോകും. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എന്തായാലും ഉള്ളിലോട്ട് പോയി നോക്കാം. ഇവിടെ വന്ന് ഇനി ഇവിടുന്ന് മുകളിലോട്ട് ആ ഒരു വഴി വേണം മുകളിലോട്ട് കയറി പോകാനായിട്ട്. ടൈഗർ കേവ് ടെമ്പിൾ എന്ന് പേര് വരാൻ കാരണം ടൈഗറിൻ്റെ കാലിൻ്റെ പാടുകൾ ഇവിടെ ഉണ്ട്. ആ ഒരു പേരിൻ്റെ അവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. ഇതൊരു 1975 കാലഘട്ടത്തിൽ പണിതിട്ടുള്ള ഒരു ടെമ്പിളാണ്. അപ്പം നമുക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ചില പൂജകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് അതിനെ കണ്ടിട്ട് മുകളിലോട്ട് എന്താണെന്ന് വെച്ചാൽ പോകാം. 3 പേര് ഇവിടെ പൂജ ചെയ്യുന്ന മോങ്സ് ആണ്. അപ്പം അവരെന്തോ കാര്യം കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. കയ്യിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ദക്ഷിണ പോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അവർ കയ്യിലൊന്നും വാങ്ങില്ല. അപ്പം എന്താണെന്നറിയില്ല, കുറച്ച് സാവകാശത്തോടു കൂടിയാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളായിട്ടാണ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്തത്. അവരുടെ മുഖത്ത് വളരെയധികം കാംനെസ് ഉണ്ട്. കാരണം എല്ലാ കാര്യങ്ങളെയും വെടിഞ്ഞിട്ടുള്ള ജീവിതമാണ്. ഓക്കെ, ഒന്നിനോടും അത്യാഗ്രഹമില്ല, ഒന്നിനോടും ആഗ്രഹങ്ങളില്ല. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരാണിവർ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. ആഗ്രഹിക്കുന്നവനാണ് ദുഃഖമുള്ളത്. അപ്പം ബുദ്ധിസത്തിലെ കുറച്ച് മെയിൻ ഐഡിയോളജികളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ നോക്കുവാണ്. കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ബുദ്ധിസത്തിൻ്റെ ഓരോ എലമെൻസുകൾ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ ടെക്സ്ച്വലി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട്.
ഫ്രണ്ട്സിനെയും അങ്ങനെയുള്ളവരെല്ലാവരും കൊണ്ടുപോയി ചെയ്ത് അതിനുശേഷം ഈ നിമിഷം വരെ ഒരു ടൈഗറിനെയും കണ്ടിട്ടില്ല. ആദരവ് സൂചകമായിട്ടാണ് ഇവിടെ ടൈഗർ കേവ് ടെമ്പിൾ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കേവ് ടെമ്പിൾ ഇറങ്ങി പുറത്തേക്ക് വന്നതാ ഈ ഒരു കാണുന്ന വഴിയിലൂടെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഈ ഒരു കാണുന്ന വഴിയിലൂടെ നമ്മൾ മുകളിലോട്ട് പോകാൻ പോകുകയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പം ഒരു കാരണവശാലും ഇവിടെ വരെ വന്നു ടെമ്പിൾ കണ്ടു ഇട്ടിട്ട് പോവരുത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ, നല്ല ഭംഗിയില്ല ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഭയങ്കര പോസിറ്റീവായിട്ടാണ്, ഒരു വൈബ് തന്നെയാണുള്ളത്. നമ്മളിവിടെ ഒരു ഏർലി മോർണിംഗ് 8 o'clock വന്നതാണ് കേട്ടോ. നമ്മളിവിടുത്തെ ടോപ്പിലെ വ്യൂ കാണാൻ വേണ്ടി പോവാണ്. അപ്പിലേക്ക് ഏകദേശം 1275 സ്റ്റെപ്സ് ഉണ്ട്. അതായത് 550 മീറ്ററിന് മുകളിലാണിത്. സോ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ വെള്ളമൊക്കെ തൊഴിൽ കൊണ്ടുപോവുക. കാല് വേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ലോപ്പ് കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ കുഴപ്പമില്ല, കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കുത്തനെയാണ്. തലവേദനയുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നടുവിന് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു അവോയ്ഡ് ദിസ്. അല്ലാത്തവരാണെങ്കിൽ കയറിപ്പോകാം. പിന്നെ നിങ്ങളുടെ വിൽ പവർ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാലുവേദന ഉണ്ടാകുന്നത് നമുക്കൊരു പ്രശ്നമല്ല. കയറിപ്പോകാൻ റെഡിയാണെങ്കിൽ അതാണ് ഒരു സ്പിരിറ്റ്. ഇത് നല്ല അടിച്ചുപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. എനിക്ക് അത്ര കയറാനുള്ള ആംബിയർ ഒന്നുമില്ല. അതിനെ കൊണ്ട് കയറാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. എനിക്ക് ശരിക്കും 3-4 ദിവസം കൊണ്ട് നല്ല ക്ഷീണമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കയറി നോക്കാം. ആ പറ്റില്ലെങ്കിൽ തിരിച്ചിറങ്ങി പോരാന്നുള്ള രീതിയിൽ അങ്ങ് കയറുക. അങ്ങനെ നമ്മൾ ഇവിടം വരെ കയറി എത്തിയല്ലോ എന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം വരുന്നുണ്ടെങ്കിൽ അത് വേണ്ട. പകുതി പോലും ആയിട്ടില്ല, ഇനി മുകളിലോട്ട് ഇഷ്ടം പോലെ കയറാനുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ്. കണ്ടാലറിയാലോ, ഒരാൾ താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം മാത്രമാണ് അടുത്ത ആൾക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. നിങ്ങളിവിടെ വരുന്നൊരു സമയത്ത് ഒരു ഏർലി മോർണിംഗ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോരെ, എങ്കിലാണിത് കയറി വലിയ കുഴപ്പമില്ലാതെ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം വെയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ കാണാനും നിൽക്കാനും ഒക്കെ. അപ്പം ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും മെനക്കെട്ട് ഇതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ മേല് പാടേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ്. ഇറ്റ്സ് റിയലി വി ആക്ച്വലി മിസ് ചെയ്തു. ആ പേര് നിർത്തി ഞാൻ ലീക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എത്രയും കയറി വന്ന്. ബട്ട് മസ്റ്റ് സേ ഇറ്റ്സ് റിയലി ഓസം. ഇപ്പോൾ ഈ കയറി വന്ന് കാണുന്നതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റായിട്ട് ഫൈനലി എത്തിയിരിക്കുന്ന പോർഷൻസ്. ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഭംഗി നമുക്കൊന്ന് ആസ്വദിച്ച് നോക്കാം. നല്ല അടിപൊളിയാണ്. ഇത് ശരിക്കും വരാതിരുന്നാൽ മിസ്സാകും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങളുള്ളവരൊന്നും കയറാൻ നിൽക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസും പ്രോബ്ലംസും ആകും. ദാ അവിടെ നിന്നാണ് നമ്മൾ ഇവിടം വരെ കയറി വന്നിരിക്കുന്നത്. ഭയങ്കര സിനിക് ബ്യൂട്ടിയാണ് ഇതിൻ്റെ ഇവിടെ വന്ന് നിൽക്കാൻ. വീഡിയോയിൽ ഇത് എത്രമാത്രം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടോ, ആ മേഘങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് വരുന്നൊരു ഫീലിംഗ് ആണ്. നിങ്ങൾ തന്നെ കണ്ടൊന്ന് ആസ്വദിച്ച് നോക്കുക.
വളരെ ചെറിയൊരു ബോട്ടിൽ വെള്ളം നിങ്ങളുടെ കയ്യിൽ കരുതിക്കോളുക. കാരണം മനുഷ്യൻ്റെ അട്ടം പൂരി പോകും ഇതിൻ്റെ മുകളിൽ കയറി എത്തുമ്പോഴത്തേനും കൈയും കാലൊക്കെ വേനെടുത്ത് എൻ്റെ അമ്മോ എന്നൊക്കെ ഉള്ളൊരവസ്ഥ വരും. വേർത്ത് കുളിച്ച് വേറൊരവസ്ഥയിലാകും. അപ്പം നമുക്ക് വീഡിയോയും ഫോട്ടോസും ഒന്നും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ വരില്ല. ഓക്കെ, എങ്കിലും നമ്മളിത് ആസ്വദിച്ച് എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ശരിക്കും ഈ വീഡിയോ ഇതിലൊരു വീഡിയോ എടുത്ത് വന്നിരിക്കുന്നത് ജിതനാണ്. അതിന് ജിതനോട് ഒരു പ്രത്യേക താങ്ക്സ് പറയണം. കാരണം എൻ്റെ അമ്മ എന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷേ ജിതനൊക്കെ ആസ്വദിച്ച് അതിനെ ആ ഒരു പോസിറ്റീവ് വൈബിൽ അങ്ങ് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ 1000 എത്തി. ഇനി ഒരു 275 കൂടെ ആക്ച്വലി ടീഡിയസ്. ശരിക്കും പാടണ്ട പറയുന്നതല്ല, ഭയങ്കര സ്റ്റീപ്പാണ്, നോർമൽ സ്റ്റെപ്സ് അല്ല. വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് കാണും. അപ്പോൾ നമ്മൾ എമറാൾഡ് പൂളിൽ വന്നു. അപ്പം നിങ്ങൾക്ക് വെള്ളത്തിൽ ചാടാനുള്ള ഡ്രസ്സ് ആക്സസറീസ് ഒക്കെ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ വാങ്ങാം. നമ്മൾ ഇത്രയും നേരം കണ്ടതില്ല, നാമിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് വളരെ കുറവാണ്. കമ്പാരിറ്റീവ് കുറവ് തന്നെയാണ്. നമ്മൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. നമ്മൾ 400 ബാത്താണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് പറയണം. ഫോറിനേഴ്സ് ഏത് രാജ്യത്തു നിന്ന് വന്നാലും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എമറാൾഡ് പൂളിലേക്കുള്ള വഴി. അപ്പം ഇതാണ് ഉള്ളിലോട്ട് എൻട്രൻസ് പോകുന്നത്. വെള്ളച്ചാട്ടമാണ്, വളരെ വളരെ തെളിഞ്ഞ വെള്ളം, ക്ലിയറായിട്ടാണ് കാണുന്നത്. അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, കണ്ട വേസ്റ്റ് കവറും എല്ലാ കാര്യങ്ങളും ചമ്പുന്ന പോലെ ഇവിടെ അത് ചമ്പ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് അതിന് ശരിക്കും ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവിടെ സ്വിം ചെയ്യാൻ പറ്റിയ കേട്ടോ. നാനൂറ് ബാത്താണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഈ 400 ബാത്തിന് നമുക്ക് ബ്ലൂ പൂള്, എമറാൾഡ് പൂള്, ക്രിസ്റ്റൽ പൂള്, ഇത് മൂന്നും നമുക്ക് ഒരുപോലെ കാണാനും ആസ്വദിക്കാനും എല്ലാം പറ്റും. നല്ല ഭംഗിയായിട്ട് ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം അതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഉള്ളിലോട്ട് പോയത്. നമുക്ക് അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ 2 വഴിയുണ്ട് ഇവിടെ നടക്കാനായിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തത് ഈ ഒരു വഴിയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. നമ്മളൊരു 11:30 കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഫൈൻ ഫോർ അസ്. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഇങ്ങനെ കണ്ടാലൊരു നല്ല വനാന്തരീക്ഷമാണ്. അപ്പം നല്ല കാറ്റും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തൊക്കെയോ കഥകൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. ആ ബാക്കിൽ വരുന്ന വീഡിയോ എടുത്ത് ബാക്കിൽ വരുന്ന ആളാണ് നമ്മുടെ ടാക്സി ഡ്രൈവർ. ഞങ്ങൾ 2 പേരും ഇവിടെ അന്നേരം ഓൾമോസ്റ്റ് നമുക്ക് ഒരു 1 കിലോമീറ്റർ അടുത്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 കിലോമീറ്റർ തികച്ചില്ല. നമ്മൾ ആക്ച്വലി ഈ ഫോറസ്റ്റിൻ്റെ ഇതിനകത്തോടുള്ള കോൺക്രീറ്റ് പാത്വേ ആണ്. നമുക്ക് സേഫാണ്, കാര്യങ്ങളൊന്നുമില്ല, പതുക്കെ നടന്നു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗ്രാവൽ റോഡ് നമുക്ക് എന്നും നടന്നു പോകുന്നതിലും ഭംഗിയുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ റോഡിൽ പോകുന്നത്. ഓക്കെ, ഫൈനലി എമറാൾഡ് പൂൾ 1 കിലോമീറ്റർ വാക്ക് ഉണ്ട്. പക്ഷെ അത്ര ടയർനെസ് ഒന്നും തോന്നില്ല. നല്ല ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. വെയിലൊന്നും അങ്ങനെ അടിക്കുന്നില്ല. ഇനി നമുക്ക് പൂളിൽ പോയിട്ട് വെള്ളമൊക്കെ കാണാം, പിന്നെ എൻജോയ് ചെയ്യാം.
അതിൽ ഇങ്ങോട്ടോ ഇതിൽ തന്നെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയ ഒരു സന്തോഷമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇതാണ് അട്ടിപ്പൊളി എമറാൾഡ് പൂള്. ഇതിനെന്താ പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയോ? നാച്ചുറലി ഉണ്ടായതാണ്. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ മാതൃകത ഇവിടുന്ന് കോപ്പി ചെയ്താണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും വർഷം പഴക്കമുണ്ട് ഇതിന്. നാച്ചുറലി ഉള്ളതാണ്. ലൈം സ്റ്റോൺ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെള്ളം വരുന്നത് കൊണ്ടാണ്, ഒരു പ്രത്യേക പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നീല കർലി വെള്ളം ഉള്ളത്. നമ്മുടെ പൂളിൽ ചാടുന്നത് പോലെ തന്നെ നമുക്ക് പോയി ചാടാം. കാരണം ഒരു പേടിയും വേണ്ട, കുഞ്ഞു പിള്ളേർക്ക് ഇടയ്ക്കെടുത്ത് ചാടി കളിക്കാവുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല? എനിക്ക് അത്ഭുതം തോന്നി. എന്തോരോ അല്ലേ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ എന്താ പറയുക, തലതൊട്ടപ്പൻ തന്നെയാണ് ഇവൻ. ഇവനെ കണ്ടിട്ട് തന്നെയായിരിക്കും നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നാച്ചുറലി ഇത്രയും ഒരു ഭംഗിയുള്ള ഇത്രയുമുള്ളൊരു പൂള്, നീല കളറിലുള്ള പൂള് ഒക്കെ ആരെങ്കിലും ഒരു സാധനം ഡെമോ കണ്ടിട്ടായിരിക്കുമല്ലോ എടുത്തിട്ടുള്ള. ആ ഡെമോ ഇവിടുന്ന് തന്നെയാണ്. അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ്, ബ്ലൂ. നമ്മുടെ പൂളിൽ പോലും എന്താ പറയുക, നമ്മൾ ബ്ലീച്ചിങ് പൗഡറും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് നമ്മളത് കളർ മാറ്റുന്നത്. പക്ഷേ ഇവിടെ അതുപോലെ ആവശ്യമില്ല, അത്രയും നമുക്ക് പറ്റും. ഇനി അതിനുശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വേറെയും 2 പൂളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള അടുത്ത ബ്ലൂ പൂളിലേക്കാണ് നമ്മുടെ നടത്തം. അപ്പം ഇതാണ് ആ ബ്ലൂ പൂൾ. ബ്ലൂ കളറിലായിട്ട് ഇരിക്കുകയാണ്. ഇതിനുള്ളിൽ നമുക്ക് ഇറങ്ങാനും കളിക്കാനും കുളിക്കാനും ഒന്നും പറ്റത്തില്ല. കാരണം പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു രക്ഷയുടെയൊക്കെ സിനിമ വേണമെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ടക്ക് എന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളിയാകുമെന്ന് എനിക്ക് തോന്നി ഇതിൻ്റെ വഴി ഇങ്ങോട്ട് വന്നപ്പോൾ. ബട്ട് ഇറ്റ്സ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ആളുകൾ ക്യൂ നിന്നിട്ടാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിനി അടുത്ത പൂൾ, ഇവിടെ ഒരു പച്ച കളർ പൂളും കൂടെ ഉണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിട്ടുള്ളത്. അത് നമുക്ക് തിരിച്ചു വരുന്ന വഴിയിൽ കാണാം, അല്ലെങ്കിൽ ആ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ക്രിസ്റ്റൽ പൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 പൂളുകളാണ് ഉള്ളത്. എമറാൾഡ് പൂള്, ബ്ലൂ പൂള് ആൻഡ് ക്രിസ്റ്റൽ പൂൾ. അപ്പം നമ്മളിപ്പോൾ കാണുന്നതാണ് ക്രിസ്റ്റൽ പൂൾ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പേരിരിക്കുന്നത്. ഇതിന് വെള്ളം വരുന്നത് എമറാൾഡ് പൂളിൽ നിന്നും അതുപോലെയുള്ള മറ്റ് റിസോഴ്സിൽ നിന്നുമാണ്. ഇതൊരു 35 മീറ്റർ വൈഡ് ഉണ്ട്, 45 മീറ്റർ ലോങ് ഉണ്ട്, 1 to 3 മീറ്റേഴ്സ് ഡെപ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നോക്കിയാലറിയാം ഡബ്രിസും മണ്ണൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ആരും ഇറങ്ങുന്നില്ല. ഇറങ്ങാവുന്നത് എമറാൾഡ് പൂളിലാണ്. അടിപൊളി വീഡിയോഗ്രാഫേഴ്സ് ആണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം വീഡിയോസ് എടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണപ്പം നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 200 ബാത്താണ്. കുട്ടികൾക്കാണെങ്കിൽ 100 ബാത്ത്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ചിട്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകാം, ഇല്ലാത്തവർക്ക് ഒരു വണ്ടിയുടെ ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് സമയം കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ ആ വണ്ടിയിൽ പോകാം എന്നുള്ള തീരുമാനത്തിൻ്റെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് 20 ബാത്ത് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ അപ്പോഴേ നമ്മൾ ഇതുപോലൊരു വണ്ടിയിൽ ഇങ്ങനെ വന്ന് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ ഇങ്ങനെ സൈഡിലുള്ളവർക്ക് കാണാൻ പറ്റും. പക്ഷേ ട്രീസെല്ലാം എല്ലാ സ്ഥലത്തും മരങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നാച്ചുറൽ പാർക്കിൻ്റെ ഇൻസൈഡിലാണ് ഈ പല കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ അവരതിനെ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞ്.
സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഹോട്ട് വാട്ടറും അപ്പുറത്തെ സൈഡിൽ കോൾഡ് വാട്ടറും ആണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ ഹോട്ട് വാട്ടർ ഉള്ളത്. അപ്പുറത്തെ ചെറിയ പൂൾ പോലെ ഉണ്ട്, അവിടെ രണ്ടും ഹോട്ട് വാട്ടേഴ്സ് ഉണ്ട്. ഒരെണ്ണം 32 ഡിഗ്രി സെൽഷ്യസും മറ്റൊന്ന് 35 ഡിഗ്രി സെൽഷ്യസും ആണ്. ഇത് 55 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ആ ഒരു സൈഡിൽ ഭയങ്കര തണുത്തുള്ളൂ. ജിത്തി എങ്ങനെയുണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട്? സുഖം. ശരിക്കും പ്രകൃതി ഭയങ്കര സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ചൂട്, തണുപ്പ്, അടിപൊളി. ഇവിടെയൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് വരണം. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം. താഴോട്ട് അത്യാവശ്യം നീന്തൽ അറിയുന്നവർ പോയാൽ മതി. ഇല്ലാത്തവർക്ക് ഇവിടെയൊക്കെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 15 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും ഹോട്ട് സ്പ്രിങ്സും കിടക്കരുത്. നിങ്ങളൊരു അവിഞ്ഞ വേറൊരു അവസ്ഥയിലായി പോകും. നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിൽ പോയി ഈ തിരിച്ച് നാട്ടിലോട്ടല്ല, എയർപോർട്ടിൽ ഞങ്ങൾ ചിയാങ് മായ്ക്ക് പോവാണ്. പറഞ്ഞോ. നമുക്ക് ഒത്തിരി പരീക്ഷണമൊന്നും നോക്കിയില്ല. എയർപോർട്ടിൽ വന്നിട്ട് ഞങ്ങൾ ക്രാബി എയർപോർട്ടിലാണ്. ഇവിടെ ഇത് ആക്ച്വലി ഇവരുടെ സ്പെഷ്യൽ നൂഡിൽസാണ്. ഇതിനകത്ത് ആക്ച്വലി നൂഡിൽസായിട്ട് എനിക്ക് കാണുന്നില്ല. അത് കണ്ടോ, ഇവരുടെ നൂഡിൽസ് മറ്റേ ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇവരുടെ നൂഡിൽസ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ പീസസ് വളരെ വലുതാണ്, എഗ്ഗ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല പരിചയം. നമ്മൾ ഡയമണ്ട് കട്ട്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ടേസ്റ്റാണ്. എന്താ സംഭവം എന്നല്ല, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഞാൻ ആക്ച്വലി പ്രോൺസ് ആണ് പറഞ്ഞത്. പ്രോൺസും ഫ്രൈഡ് എഗ് കൂടാണ്. നമുക്ക് നോർമൽ ഇത് തന്നെയാണ്. ഇവരെന്നോട് ബേസിൽ ലീഫാണ് ഇടുന്നത്. ബേസിക്കലി അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, വേരിയേഷൻ വന്നത്. അതിൻ്റെ ഒരു ഫ്ലേവറിങ് ഡിഫറൻസ് ഉണ്ട്. സാധാരണ ഉള്ളതിൽ നിന്നും ഒരു ഡിഫറൻസ് ഉണ്ട് ഈ ഒരു റൈസിൻ്റെ ഈ റൈസിന്. മറ്റേ നമുക്ക് നോർമൽ സിമ്പിൾ ഹമ്പിൾ സാധനം. ഇത് രണ്ട് നമ്മൾ കഴിക്കാവുന്ന കേസസാണ്. ഒരു സ്നാപ്പിംഗ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഈഗോയിൽ. ഈ പറയുന്നത് എനിക്ക് നല്ല കാരണം. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് നിൽക്കുകയാണ്. ചിയാങ് മായ് ആണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫ്ലൈറ്റാണ് എടുത്തത്. ബസ്സിൽ വേണമെങ്കിൽ പോവാം. 15 മണിക്കൂർ 13 മണിക്കൂറല്ലേ ബസ്സിൽ പറഞ്ഞത്? 13 മണിക്കൂർ ബസ്സിലാണുള്ളത്. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോകണം. വീട്ടിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഒരു മടിയന്മാരായതുകൊണ്ട് അത്ര യാത്ര ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അറിയാത്തതുകൊണ്ട് നമ്മൾ വേഗം വന്ന് കയറിയിട്ടാം. ചിയാങ് മായിലെ അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ഫോളോ us on Insta and YouTube.